പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ചില സത്യാവസ്ഥയെന്ന് ഞാൻ പറയുന്നു. അത് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതിന് ഉത്തരം പറയേണ്ട ഓരോ സഭയിലെ വിശ്വാസികളോ മെത്രാന്മാരോ പുരോഹിതന്മാരുമാണ്. മെത്രാനൊക്കെ നിശ്ചയമായിട്ട് പുരോഹിതൻ വാ തുറക്കത്തില്ല. കാരണം ഈ കോട്ടൂസഭയിലെ പുരോഹിത വർഗം ദിവസേന ഓരോരോ ഡിമാൻഡുകൾ വെച്ച് അവരുടെ സുഖജീവിതത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നു. ആത്മീയ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ അവർക്കറിയില്ല. അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം എനിക്ക് ഭൂതോദയമുണ്ട്, എനിക്ക് ആത്മീയ പ്രവർത്തനം ചെയ്യണം, അതൊരു പുരോഹിതനാണോ എന്നുള്ള ആഗ്രഹമാണ്. പുരോഹിതനായെങ്കിലേ ആത്മീയ പ്രവർത്തനം ആകത്തുള്ളൂ. അത് ഓർത്തഡോക്സ് അംഗീകരിച്ച് കൊടുത്തു എന്നുള്ളതാണ്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എന്നാൽ ഈ ആചാരങ്ങൾ, ഓർത്തഡോക്സ് സഭയിലെ ആചാരങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി അന്യോ അല്ലാതെ പുരോഹിതന്മാർക്കും മെത്രാന്മാർക്കുണ്ടോ? പുരോഹിതന്മാരും മെത്രാന്മാരും സുഖമായി ജീവിക്കുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു മെത്രാൻ ഇറക്കിയ കുറിപ്പ്, അതായത് സഭയിലെ വിവാഹം കഴിച്ച പുരോഹിതന്മാർ അവരെ ഈ ആത്മീയ വേലയിൽ നിന്ന് റിട്ടയർ ചെയ്താൽ അവരെ പിന്നെ സംരക്ഷിക്കേണ്ട, പുരോഹിതനെയും ഭാര്യയെ സംരക്ഷിക്കേണ്ട കടമ വിശ്വാസികളാണ്. അത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയില്ല. അതായത് ഇവർക്കെല്ലാം പെൻഷനുള്ളതാണ്. ഈ പുരോഹിതന്മാർക്ക് റിട്ടയർ ചെയ്താൽ അവർക്കപ്പം അത് തന്നെയല്ല, അവർ പ്രവർത്തിയിട്ടിരിക്കുന്ന സമയത്ത് കോടികൾ സമ്പാദിച്ചിട്ടുണ്ട്. ആരും ഏതെങ്കിലും ഒരു പുരോഹിതൻ നടന്നു പോകുന്നു കണ്ടിട്ടുണ്ട്? എല്ലാം 10 ലക്ഷത്തിൻ്റെ കാറിൽ കുറഞ്ഞൊന്നുമില്ല. എല്ലാം സുഖമായി ജീവിക്കുന്നു. നല്ല കെട്ടിടങ്ങൾ, മണിമാളികളുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും ഇവരെ സംരക്ഷിക്കേണ്ട കടമ ഇപ്പോൾ വിശ്വാസികളുടെ ആണെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? പണമല്ല അവിടെ ഉദ്ദേശം. ഇവർക്ക് നാളെ വിശ്വാസികൾ ചേടിവരെ ചെയ്യണം. ഇപ്പോൾ പുരോഹിതൻ പറയാം എനിക്ക് ഇന്നത് പോയി മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ അവിടെ മേടിച്ചുകൊണ്ട് കൊടുക്കണം. പുരോഹിതൻ്റെ ഭാര്യ പറയുക ഇന്ന അടുക്കള ഇന്ന ചെയ്യണമെന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ ഭാര്യ അവിടെ ചെന്ന് ചെയ്തു കൊടുക്കണം. ഇത് മാത്രമാണ് ഇപ്പം ആ ഒരു ഇതിനകത്ത് ഞാൻ കണ്ടത്. അല്ലാതെ പണത്തിന് വേണ്ടിയല്ല. പണം ഇവർക്ക് ആവശ്യത്തിനുണ്ട്. ഇവരുടെ മക്കളോ ആരും പട്ടിണി കിടക്കുന്നില്ല പുരോഹിത വർഗത്തിൻ്റെ. പക്ഷേ വിശ്വാസികൾ എന്തുവാ? വിശ്വാസികൾ ഇവരെ ദൈവത്തെ പോലെ കാണുന്നു. അതിൻ്റെ ദോഷമാണ് ഇന്ന് ഓർത്തഡോക്സ് സഭയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം. പിന്നെ ഞാൻ പറഞ്ഞു, ഈ അടുത്ത സമയത്ത് ഒരുപാട് മീറ്റിങ്ങുകൾ മാർത്തോമാ സമാജത്തിൻ്റെ മീറ്റിംഗ് നടക്കുന്നു, ലോക മാർത്തോമാ സമാജത്തിൻ്റെ മീറ്റിംഗ് നടക്കുന്നു. അവിടെ 2 സ്ത്രീകൾ പ്രസംഗിച്ചു. അവിടെ സമത്വം വേണമെന്ന് അവർ പ്രസംഗിച്ചു. അതിൻ്റെ എന്താ കാരണം എന്തുകൊണ്ട്? സ്ത്രീകളെ ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം അവരോട് ആരെന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കും. അതാണ് അവരുടെ കുഴപ്പം. അതായത് ഈ ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്താൽ ആ മനുഷ്യൻ എന്ത് കൊള്ളതാത്തവനാണെങ്കിലും അവൾ ഒരിക്കലും അവനെ തേച്ച് പറയത്തില്ല, അവനെതിരായിട്ടൊന്നും പോകത്തില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ കാരണം കൊണ്ടല്ല വിവാഹബന്ധം പിരിയുന്നത്. അത് പറഞ്ഞുതരാം. അപ്പോൾ സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവർ ഞാനിപ്പോൾ പറഞ്ഞാൽ അത് വിശ്വസിച്ച് അത് ചെയ്യും. ചെന്ന് കുഴി ചാടുന്നത് അവർ തനിയല്ല, ബാക്കിയുള്ളവരുടെ ആൾ. അത് മനസ്സിലാക്കാൻ. അതാണ് അന്ന് ലോക മാർത്തോമാ സമാജത്തിൻ്റെ സമ്മേളനത്തിൽ 2 സ്ത്രീകൾ പ്രസംഗിച്ചപ്പോൾ സമത്വം വേണം. ഇവർ ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയത്തില്ല. പുതിയ നിയമത്തിലാണെങ്കിലും പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലെ എടുത്ത് വായിച്ചാൽ അവരിത് പറയത്തില്ല, വായിച്ചിട്ട്. കാരണം ഈ പുരോഹിത വർഗം പറയുന്നതാണ് ഇവർ അങ്ങനെ പ്രസംഗിക്കാരണം പുരോഹിത വർഗത്തിൻ്റെ പുറയുന്നുള്ള ഇത് അതനുസരിച്ചാണ്. ഓക്കെ, അത് പോട്ടെ. ഇനിയും ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇന്നീ വീഡിയോ ചെയ്യാൻ കാരണം ഒരു വിവാഹ കൂട്ടാശ നടക്കുന്ന കണ്ടു. എന്നാൽ എനിക്കറിയിച്ചില്ല, ഇവർ കള്ളൻ വിചാരിക്കും ഞാൻ കള്ളത്തനം ചെയ്ത് ആരും അറിയിച്ചില്ലെന്ന്. പക്ഷേ
അവൻ എവിടെയെങ്കിലും പബ്ലിസിറ്റിക്ക് പറയും ഞാൻ ഇന്നത് ചെയ്തു എന്ന പോലെ ഒരു വിവാഹ കൂടാശമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ പ്രചാരത്തിലുള്ളതാണല്ലോ. ഞങ്ങളുടെ വിവാഹ കൂടാശ കണ്ടോ എന്ന് കാണിക്കാനായിട്ട് അത് സോഷ്യൽ മീഡിയയിലിട്ടു. അത് വിവാഹ കൂടാശം നടത്തിയത് ഏതായാലും ഒരു അംശവസ്ത്രം ധരിച്ച ഒരു പുരോഹിതനായിരിക്കുമല്ലോ. അത് മത്തായി കുന്നിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് രാജൻ വർഗീസ് അച്ഛനുമുണ്ട്. എന്തിന് മത്തായി കുന്നിൽ അച്ഛനാണ് ആ മണവാളനെ മണവാട്ടിയുടെ പുറകിലോട്ട് നിർത്തിയിട്ട് മിന്നിയുടെ അടുത്ത് കൈ കൊടുക്കുന്നു, മിന്നു കെട്ടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മെത്രാൻ, എവിടുത്തെ കാളമെത്രാണെന്ന് എനിക്കറിയത്തില്ല, ആ കാളമെത്രാൻ കണ്ടാലും എന്നോട് ചോദിക്കട്ടെ. ആ കാളമെത്രാൻ ഇല്ല ചില പട്ടിയെ ഓടിച്ചു വിടുന്ന പോലെ മണവാട്ടിയുടെ പുറകിൽ നിന്ന് മണവാളിനെ കൈകൊണ്ട് മാറ്റി വെച്ച് മന്ത്രകോടിയെടുത്ത് കയ്യിലങ്ങോട്ട് നമ്മൾ ദുഃഖവെള്ളിയാഴ്ച കുരിശെടുത്തിട്ട് അവർ പുരോഹിതന്മാർ ശ്രീവ കാണിക്കുന്ന പോലെ ഈ മന്ത്രകോടി എടുത്തിട്ട് മണവാടിയുടെ ഈ മടക്കി പിടിച്ച് ചുറ്റി പിടിച്ചിട്ട് മണവാട്ടിയുടെ തലയിൽ ശ്രീവ വരയ്ക്കുന്നു. ശരി, ഞാൻ ആദ്യമായിട്ട് കാണുന്നു ഇതൊക്കെ. ഈ ശ്രീവ വരയ്ക്കുന്നത് എന്തുവാ ശ്രീവായ നിങ്ങൾ എന്തുവാ ചിന്തിച്ചേക്കുന്നത്? ശ്രീവ വരയ്ക്കുന്നു. അത് കഴിഞ്ഞേച്ച് ഈ മെത്രാൻ തന്നെ ഈ മണവാട്ടിയുടെ തലയിൽ മന്ത്രകോടി ഇടുക. ഓർത്തോസഭയിലെ വിശ്വാസികളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിനു മുമ്പ് നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? ആരാണ് മന്ത്രകോടി മണവാട്ടിയുടെ തലയിൽ ഇടുന്നത്? ഈ മന്ത്രകോടി അണിയിക്കുന്നതിന് ഉദ്ദേശം എന്തുവാ? അതുകൂടെ പറ. വിശ്വാസികൾ പറയാം, മെത്രാന്മാർക്കോ പുരോഹിതന്മാർക്കോ പറയാം. ഈ മെത്രാൻ തന്നെ ആ മണവാട്ടിയുടെ തലയിൽ മന്ത്രകോടി ഇടുകയാണ്. എന്നിട്ട് അത് പിടിച്ചു വെക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. അതിൻ്റെ ഉദ്ദേശം എന്തുവാണ്? ഇനിയും അതിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞുതരാം. ഇനിയും ഓർത്തഡോക്സ് ഇന്ന് ഓർത്തഡോക്സ് ചെറുപ്പക്കാർക്ക് കത്തോലിക്കർ കരഞ്ഞു പോയി നടക്കുക, സഭയിലെ ആൺപിള്ളേർക്ക് പെൺപിള്ളേരെ കിട്ടുന്നെന്ന് പറഞ്ഞ്. ഈ ഓർത്തഡോക്സ് സഭയിലെ ആൺപിള്ളേർക്ക് പെൺപിള്ളേരെ കിട്ടുന്നില്ല. അതിൻ്റെ പുറകെ ഇനിയും നിങ്ങളോട് പറയേണ്ടത്, നിങ്ങളുടെ ഇനിയും തിരക്കി പോകേണ്ട കാര്യമില്ല. ചെറുപ്പക്കാർ, നിങ്ങളെവിടെയെങ്കിലും കല്യാണാലോചന വന്ന് ഉറപ്പിച്ചാൽ പള്ളിയിൽ പോലും നിങ്ങൾ പോകേണ്ട കാര്യം വരത്തില്ല. കാരണം എല്ലാ മണവാട്ടിയുടെ അടുത്തുള്ള എല്ലാ ക്രിയകളും മിന്നുകെട്ടും മന്ത്രകോടി. ഇന്ന് മന്ത്രകോടി വെച്ചായിട്ടുള്ളൂ. നാളെ മിന്നു കെട്ടുന്നത് തന്നെ മെത്താനോ പുരോഹിതനോ ആയിരിക്കും. അപ്പോൾ ഈ മിന്നു കെട്ടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് തന്നെ എനിക്കറിയത്തില്ല. അപ്പം ഇത് ഇനിയും ചെറുപ്പക്കാരെങ്ങും പള്ളി പോകേണ്ട കാര്യമില്ല. എല്ലാം അവർ തന്നെ ഉണ്ടാക്കി ഇവിടെ വീട്ടിൽ കൊണ്ടുതരും. എപ്പോൾ കൊണ്ടുതരും? കല്യാണം കഴിഞ്ഞ് എപ്പോൾ കൊണ്ടുതരുമെന്ന് ചോദിക്കരുത്. അത് ഭാവിയിൽ നിങ്ങൾക്ക് കാണാം. കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ പുരോഹിതരും വെച്ചാനും വിടുന്നില്ല. താമസ വീട്ടിലെ പെങ്കൊച്ചിനെ പോലും വെച്ചാൻ വിടുന്നില്ല. ആ സ്ഥിതിക്ക് ഇന്ന് മന്ത്രകോടി അണിയിച്ചെങ്കിൽ നാളെ മിന്നു കെട്ടും. ബാക്കിയൂടെ അവർ തന്നെ ചെയ്തു തരുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. എനിക്ക് നിങ്ങളോട് ഓർത്തഡോക്സ് വിശ്വാസ സമൂഹത്തോട് പറയാനുള്ളത്, ചെറുപ്പക്കാരോട് പറയാനുള്ളത്, മക്കളെ നിങ്ങൾ ആണുങ്ങളാണോ? ഇന്ന് കല്യാണം കഴിച്ച വിശ്വാസികൾ ആണുങ്ങളാണെന്ന് ഞാൻ പറയുന്നത്. കാരണം പുരോഹിത വർഗത്തിൻ്റെ പുറകെ പെണ്ണുങ്ങളെ ഭാര്യമാരെ പറഞ്ഞു കൊടുത്തു. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച പുത്തങ്കാ സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ മാർത്തമറിയ സമാജം സ്ത്രീകൾക്ക് മാത്രമായിട്ട് ധ്യാനം. ഇതിപ്പം ഓർത്തഡോക്സ് സ്ത്രീകളെ വശീകരിച്ചിരിക്കുകയാണ്. കാരണം അന്ന് ആദിയിൽ തന്നെ പാപം ചെയ്യാൻ സാത്താൻ ആരടുത്ത് ചെന്ന ഉപദേശം കൊടുത്തത്? ഹവ്വായുടെ സ്ത്രീയുടെ അടുത്ത്. അവിടെ സ്ത്രീയുടെ ബലഹീനത മനസ്സിലാക്കിയ സാത്താന് അവളുടെ അടുത്ത് ചെന്നു, അവളെ ഉപദേശിച്ചു. അവൾ വിശ്വസിച്ചു. ഇത് തന്നെ ഇന്നും നടക്കുന്ന സ്ത്രീകളെ ഞാൻ കുറ്റം പറയുന്നില്ല.
അവർ ആത്മീയതയിൽ ഒരുപാട് ഇന്ന് ഈ ആരെന്ത് പറഞ്ഞ് ഇത് ആത്മീയമാണെന്ന് പറഞ്ഞ് അവരങ്ങ് വിശ്വസിക്കും. അത് അവരുടെ കുഴപ്പമല്ല. അത് വഞ്ചന മുഴുവൻ വരുന്നത് പുരുഷനിൽ നിന്നും അത് സാത്താനായ ഇതിൽ നിന്നുമാണ്. അവർ വിശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ. ഇന്ന് അത് തന്നെ നടക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച സ്ത്രീ സമാജത്തിൽ മാത്രമായിട്ട് ധ്യാനം, അതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ധ്യാനം നടത്തുന്നത് ഒരു എത്ര കണ്ടു സൂഹിക്കുന്നുണ്ട്. നയനസുഖം, പിന്നെ ശയനസുഖം, പിന്നെ പുറകെ മതിയല്ലോ. അതുപോലെ ഇപ്പം എല്ലായിടത്തും സ്ത്രീകൾക്ക് മാത്രമായിട്ട് ധ്യാനം. പുരുഷന്മാരെ വേണ്ട. വോട്ടർസഭയിലെ പുരുഷന്മാർക്ക് ധ്യാനം വേണ്ട, അവർക്ക് ആത്മീയ കാര്യം വേണ്ട. എന്നാൽ ഈ കള്ള വിശ്വാസികൾ പുരുഷന്മാർ അവരെല്ലാം ആണിഞ്ഞൊരുങ്ങി ചെന്ന് ഈ പുരോഹിതവർഗത്തിൻ്റെ ചേടി വില ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇവർക്ക് വാ പൊളിക്കാനൊക്കത്തില്ല. അവിടെ നിന്ന് ഒരു നക്കാപ്പച്ച് കിട്ടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടി അവരെ ഓച്ചാലിച്ച് അവരുടെ കാര്യം ചെയ്യുന്നതുകൊണ്ട് ഇന്നത്തെ വോട്ടർസഭയിലെ പുരുഷന്മാർക്ക് വാ പൊളിക്കാനൊക്കത്തില്ല. സ്ത്രീകളെ അവരെ ചൂഷണം ചെയ്യുന്ന അവരെ കൊണ്ടുപോയി നാളെ എന്തൊക്കെ സംഭവിക്കാനില്ല. ഇന്ന് മന്ത്രകൂടിയോ ഇട്ടുള്ളെങ്കിൽ നാളെ മറ്റന്നാൾ മിന്നുകെട്ടും മറ്റാന്ന് പുരോഹിതരെ തന്നെ ചെയ്യും. ബാക്കിയും അവർ തന്നെ ചെയ്തിട്ട് നിൻ്റെ അടുത്ത് കൊണ്ടുതരും. അതുകൊണ്ട് എനിക്ക് ഓർത്തോ സഭയിലെ വിശ്വാസികളായ ചെറുപ്പക്കാരോട് പറയാനുള്ള, മക്കളെ, നിങ്ങൾക്കിഷ്ടമുള്ള പെണ്ണിനെ കണ്ട് നിങ്ങൾ അന്യോന്യം സംസാരിച്ച് നിങ്ങൾക്ക് സമ്മതമെങ്കിൽ നിങ്ങൾ പള്ളി പോകേണ്ട കാര്യമില്ല. ഞാൻ ചോദിച്ച സക്കറിയാവ് എലിസബത്ത് ഏത് പള്ളിയിൽ പോയാൽ വിവാഹം ചെയ്തത്? ഏത് പുരോഹിതനാ മന്ത്രകോടി ഇരിച്ചത്, മിന്നു കെട്ടിച്ചത് ആരാ? നിങ്ങൾ ബൈബിൾ വായിക്കും. ഇതൊക്കെ ഈ ഓർത്തോ സഭയിലെ കള്ളന്മാരായ പുരോഹിതവർഗം ഉണ്ടാക്കിയതാണ്. അതൊക്കെ ഞാൻ ഓരോന്നും പറഞ്ഞുതരാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ കാണുക, അവളോട് സംസാരിക്കുക. അവൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക. ഗവൺമെൻറ് നിയമപ്രകാരം രജിസ്ട്രേഷൻ ചെയ്യുക. അല്ലാതെ പള്ളി പോയി ഈ കള്ളന്മാരെ കൈ കൊടുക്കേണ്ട കാര്യമില്ല. ഈ മന്ത്രകോടി എന്തുകൊണ്ട് ഈ പഴയ കാലത്തെ രീതിയിൽ ഇന്ന് നടക്കുന്നില്ല? പഴയ കാലത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്, മണവാളൻ മിന്നു കെട്ടിയതിൻ്റെ ഭാര്യയുടെ മണവാട്ടിയുടെ കാര്യത്തിൽ മിന്നു കെട്ടിയതിൻ്റെ ശേഷം മണവാട്ടിയുടെ പുറത്ത് നിൽക്കുമ്പം പുരോഹിതനോ മെത്താനോ ആരെന്ന് പറഞ്ഞാലും ഈ മന്ത്രകോടി എടുത്ത് കുറിച്ച് വാഴ്ത്താനും കുന്തം ഉണ്ടാക്കാനൊന്നും പോവുകയല്ല. മന്ത്രകോടി എടുത്തേച്ച് ആ മണവാളൻ്റെ കയ്യിൽ അങ്ങോട്ട് കൊടുക്കും. മണവാളൻ അത് ഇനിയും എത്താനോ പുരോഹിതനാണെങ്കിലും അവനെ കൊണ്ട് അത് ശരിയായിട്ട് തലയിലിരിക്കും. ഇതാ നടന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ എല്ലാം പുരോഹിത വർഗം തന്നെ. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, ഇനിയും വോട്ടർ സഭയിൽ ഒന്നിനും പുരുഷന്മാരുടെ കാര്യമില്ല. എല്ലാം പുരോഹിതന്മാരും എത്രമാനം ചെയ്തോളും. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും. ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടുകൊണ്ടാണ് ഇത് ചെയ്തത്. ആ വീഡിയോ ഇതിന് താഴെ ഇടുന്നതാണ്. നിങ്ങൾ വോട്ടർ സഭയിലെ വിശ്വാസികൾ ഷണ്ണന്മാരാകാൻ പാടില്ല. പുരോഹിതവർഗവും മെത്രന്മാരും ആരെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് യേശുവിനെ ക്രൂശിക്കാനായിട്ട് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പോലെ അന്ന് യേശുവിൻ്റെ പുറകെ നടന്ന അതിശയ പ്രവൃത്തികളും എല്ലാം കണ്ട് മനസ്സിലാക്കിയ വിശ്വാസികളെ പോലും പറഞ്ഞു തിരിപ്പിച്ചെന്ന് പറഞ്ഞാൽ, കാരണം മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പറഞ്ഞ കേൾക്കാതിരുന്ന അവിടെ ശിക്ഷയാണ്. അപ്പോൾ അവരെ തിരിച്ച് യേശുവിനെ ക്രൂശിക്കാൻ വിളിച്ചു പറയിപ്പിച്ച പുരോഹിതവർമ്മ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ഉള്ള സഭയാണ് ആ സഭ. ഇന്ന് ഈ പെത്രന്മാരും പുരോഹിതന്മാരും ജനങ്ങൾക്ക് വിശ്വാസികൾക്കും എല്ലാം നന്മയും ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാനൊരു കാര്യം കൂടി ചോദിക്കാം. ക്രിസ്തുമസിന് യേശുവിൻ്റെ ജന്മം ആഘോഷിക്കുന്ന വെളുപ്പിനെ ശുശ്രൂഷയ്ക്ക് നടുവിൽ
കുരുത്തോടെ കത്തിക്കാൻ പോകുന്ന ഒരു ആചാരമുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്തുവാ? ക്രിസ്തുവിൻ്റെ ജന്മം ക്രിസ്തുവിനെയാണോ നമ്മൾ വിശ്വസിക്കുന്നത്? ക്രിസ്തുവിൻ്റെ കാര്യമാണോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ക്രിസ്തുവിൻ്റെ ജന്മം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ കുരുത്തോടെ കത്തിക്കാൻ ചെകുത്താൻ ചാഴിയെ ഓടിക്കുന്ന പോലെ പണ്ടുമായിട്ട് പുരോഹിതന്മാരെ, ഞാൻ കൂടുതൽ പറയുന്നില്ല, ഓർത്തഡോക്സ് ഷണ്ടന്മാരായ വിശ്വാസികളെ, നിങ്ങളുടെ ഭാര്യമാരെ കുറ്റം പറയാൻ ഞാൻ അർഹിക്കുന്നില്ല. കാരണം അവർ നിങ്ങളുടെ അടുത്ത് വിശ്വസ്തയോടെ നിൽക്കുന്നു. പുരോഹിതന്മാർ വിളിക്കുമ്പോൾ ആത്മീയമെന്നും പറഞ്ഞ് അവരവിടെ പോകുന്നു. പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളെ. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, സ്ത്രീകൾ ബൈബിൾ വായിക്കുന്നില്ല, സ്ത്രീകൾക്ക് എന്തെങ്കിലും വിശ്വാസത്തിൻ്റെ പേര് സംശയം ഉണ്ടെങ്കിൽ ഭർത്താവിനോട് ചോദിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ കണ്ടോ? നാളെ ഇതിന് കൂടുതൽ സംഭവിക്കും. ഞാൻ എൻ്റെ ഈ വീടിനിടയിൽ ആ വിവാഹ കൂതാശയുടെ വീടിൽ നിന്നാണ് നിങ്ങൾ കണ്ടിട്ട് എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക.